ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മീനാക്ഷിയാണ്. വെൽക്കം. താങ്ക് യു. അല്ല, സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു നമുക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെ ഈ മൂവിയുടെ ഒരു ഏകദേശം ഒരു എങ്ങനെയാ ഒരു തീം എന്തായിരിക്കും? ഇതൊരു ഭയങ്കര നാട്ടിൻ പ്രദേശത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു സ്പോർട്സുമായിട്ടൊക്കെ ബന്ധമുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഡ്രഗ് അബ്യൂസിനൊക്കെ എതിരെ പറയുന്ന ഒരു മോറലുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ഫാമിലി എന്റർടൈനർ ആണ് സ്റ്റോറിയാണ്. ഇപ്പൊ പിന്നെ ഒരുപാട് ഇതേപോലെ കേസസും എല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെ ഡ്രഗ് അതെ അതെ റീസെന്റ് കണ്ടിരുന്നു. എന്ത് തോന്നി ഇങ്ങനെ അമ്മേനെയൊക്കെ ഇങ്ങനെ കൊല്ലെന്ന് പറയുമ്പോഴത്തേക്ക്? അത് ഉറപ്പായിട്ടും എല്ലാവരും പോലെ തന്നെ സങ്കടമുള്ള, ഭയങ്കര മോശം തോന്നുന്ന കാര്യമാണ്. പിന്നെ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയാനുള്ള ഒരു മെച്ചൂരിറ്റി ഇല്ലാത്തത് കൊണ്ട്. പിന്നെ മോളെ ഇപ്പൊ കോളേജില് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ ഈ ഫസ്റ്റ് ഇയർ ഇപ്പൊ ക്ലാസ്സിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഓക്കെ മീനാക്ഷി നമ്മുടെ ക്ലാസ്സിൽ കാണും, അങ്ങനെ ഒന്നും ഇപ്പൊ ഫ്രണ്ട്സ് ഒന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല. അപ്പൊ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾ ഓക്കെ. ഇപ്പൊ ശരിക്കും ഭയങ്കര സ്നേഹമാണ്, സന്തോഷമാണ്. മീനാക്ഷി ഒരു എന്താ പബ്ലിക് ഫിഗറിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വന്ന് സംസാരിക്കാനും ഒക്കെ ആദ്യം അവരിങ്ങനെ പറഞ്ഞു, ആദ്യം ഞാനിങ്ങനെ പേടിച്ചിരുന്നു, പിന്നെ പേടിയല്ല, നമുക്കൊരു മടിയാണല്ലോ, നമ്മളിനി മിണ്ടുമ്പോൾ തിരിച്ച് മിണ്ടിയില്ലെങ്കിലോ അങ്ങനെ ഓർക്കുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, അങ്ങനെയൊന്നുമില്ല, എല്ലാവരോടും മിണ്ടുന്നതാണെന്ന്. അപ്പോ നമ്മളടുത്ത് വന്ന് സംസാരിക്കും. ലിറ്ററേച്ചർ ആണല്ലോ, അപ്പം ഫേവറേറ്റ് സബ്ജക്ട് ഇപ്പൊ കൊച്ചിലെ മുതലേ ഇപ്പൊ എങ്ങനെ ഇംഗ്ലീഷ് ആണോ? അങ്ങനൊന്നുമില്ല, ഞാൻ ലിറ്ററേച്ചർ ഇതിന്റെ കൂടെ കൊണ്ടുപോകാൻ എളുപ്പമായതുകൊണ്ട് എടുത്തു എന്നുള്ളത്. എന്ന് വെച്ചാൽ എളുപ്പം എന്ന് വെച്ചാൽ ലിറ്ററേച്ചർ പഠിക്കാൻ എളുപ്പമെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ലിറ്ററേച്ചർ ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ചൂസ് ചെയ്തതാണ്. യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഇങ്ങനെ ഇതിനൊക്കെ കൂടിയുള്ള ഒരു സമയം എവിടെ കിട്ടുന്നത്? നമ്മൾ സ്റ്റഡീസ് ശ്രദ്ധിക്കണം, അതിന്റെ കൂടെ എന്താ മൂവി ചെയ്യണം, ഷോസ് ചെയ്യണം. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ കുഴപ്പമില്ല, ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ല. അനിയൻ എന്ത് പറയുന്നു? കുറച്ചുകൂടെ വലുതായില്ലേ, ഇപ്പൊ ആ ചേച്ചിയെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അതെ ഇപ്പോ 2 അനിയന്മാരാണ്. ഏറ്റവും ഉള്ള ആൾ ഇപ്പൊ 5 വയസ്സായിട്ടുള്ളൂ, മറ്റാളിപ്പോ 6th. രണ്ടും ചെറിയ ആൾക്കാരാണ് അവരുടേതായ രീതിയിൽ. അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗർ ടീമായിട്ട് എല്ലാവരുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇത്രയും വർഷമായില്ല. അതെ ഇപ്പോഴും നമ്മള് കൗശിക്കിന്റെ ഒക്കെ നിങ്ങൾ രണ്ടാളുടെയും കൂടെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇവരൊക്കെ ഇത്ര വളർന്നോ. പക്ഷെ മീനാക്ഷി അന്നൊന്നും ഒരേപോലെ ഇരിക്കുന്ന പോലെ എന്താന്ന് മനസ്സിലായി. പക്ഷെ ബാക്കി കുട്ടികളെല്ലാം വലുതായി. ഇപ്പൊ അവരുടെ ഏജ് തന്നെയാ മീനാക്ഷി. നിങ്ങളൊക്കെ ഒരേ ഇനിയും വലുതാകുമ്പോൾ മീനാക്ഷി വീണ്ടും ചെറുതാവും. ഞങ്ങളാരും സീസൺ 1 ആൾക്കാരും ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ഏജ് വ്യത്യാസമില്ല. 1 വയസ്സ് 2 വയസ്സൊക്കെ ഞങ്ങൾ തമ്മിൽ ഗ്യാപ്പ് ഉള്ളൂ. ചില ആൾക്കാർ അതിൽ ഇപ്പൊ നമ്മുടെ ആദിത്യൻ അവനൊക്കെ എന്റെ മൂത്തതാ. അപ്പൊ അങ്ങനെ ചെറിയ ഒരു 1-2 വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ പിന്നെ വന്ന കുഞ്ഞീസ് എല്ലാം ചെറിയ ആൾക്കാരാണ്. നമ്മുടെ ഗുലുമോളോ ആശു അത് ഭയങ്കര വലുതായി. ഞാൻ ശരിക്കും പിന്നെ ഞാൻ കണ്ടപ്പോ ഞാൻ തന്നെ അവളെ കണ്ട എക്സൈറ്റ്മെന്റ് മാറാൻ കുറച്ചധികം സമയം എടുത്തു. ഞാൻ പിടിച്ചിരുത്തി കുറെ നേരം നോക്കി. എന്നുവെച്ചാൽ ശരിക്കും വലിയ കുട്ടീനെ പോലെ, നല്ല മുടിയൊക്കെ കളറൊക്കെ ചെയ്ത്. എനിക്കിപ്പോഴും പണ്ടത്തെ ഗുളുമോളാണ്. നമുക്ക് ആ ഗുളുമോളിന്റെ പേര് പോലും പിന്നെ നമ്മുടെ ഇപ്പം സൂപ്പർ ജെമിനിയിലോട്ട് വരികയാണെങ്കിൽ സൂപ്പർ ചേർത്ത പടങ്ങളെല്ലാം അത്യാവശ്യം നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ്. അതെ സൂപ്പർ ശരണ്യ. ഓക്കെ, അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് ടൈമില് എങ്ങനെയായിരുന്നു? നമ്മുടെ സൂപ്പർ ജിമിനിയുടെ ഷൂട്ടിംഗ് ടൈം ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല എൻജോയ് ചെയ്ത സമയമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റും കാര്യങ്ങളൊക്കെ ആയാലും ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഭയങ്കര തിക്കും തിരക്കും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എല്ലാവരും പുതിയ ക്രൂ ആണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് അങ്ങനെ ചെയ്തൊരു ഫിലിമാണ്. ഒന്നിച്ച് എല്ലാവരുമായിട്ടും സന്തോഷമായിട്ട് ഇരുന്നു. മീനാക്ഷി ഇപ്പൊ നമ്മള് വളരെ ചെറുപ്പം മുതലേ മൂവിയിൽ കണ്ടതാണെന്ന്. അതായത് ഇപ്പം അപ്പൊ മീനാക്ഷി ഇപ്പൊ എത്ര വലുതായാലും ഇനി വലിയൊരു നായികയായാൽ പോലും ആളുകൾക്ക് ആ ഒരു കുഞ്ഞി ഫീല് ആണോ എപ്പോഴും ആളുകൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക്? ഉറപ്പായിട്ടും അതെ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും മീനൂട്ടി ഭയങ്കര കുഞ്ഞാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ തോന്നുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എന്നെയും അവരുടെ വീട്ടിലെ ഒരാളെ പോലെ കാണുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോഴും നമ്മളിപ്പോ അമർ അക്ബർ അന്തോണിലായാലും ഒപ്പത്തിലേക്ക് ആയാലും പാട്ടുകളും ഒക്കെ കാണുമ്പോഴത്തേക്ക് മീനാക്ഷിക്ക് എങ്ങനെ തോന്നുന്നത്? ഇത് ടി-വിയിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇത്ര കുഞ്ഞത് ഞാൻ അന്ന് ഇതൊക്കെ ചെയ്തു. ഞാൻ അങ്ങനെ ഞാൻ ചെയ്തത് തന്നെ കാണാറില്ല. എനിക്ക് ഭയങ്കര നാണക്കേട് ഞാൻ ചെയ്തത് തന്നെ കാണുമ്പോ. അപ്പൊ ഞാൻ എന്റെ ഓക്കൊന്നും അങ്ങനെ ഞാൻ കാണാറില്ല. എനിക്ക് ഭയങ്കര ചമ്മല, എനിക്ക് നാണം വരും.
ഞാനിങ്ങനെ ടോപ്പ് സിംഗർ ആദ്യം നമ്മൾ എസ്തർ മാറിയിട്ട് മീനാക്ഷി വന്ന സമയത്ത് ആ സമയത്ത് മീനാക്ഷി അപ്പൊ ഇങ്ങനെ കണ്ടസ്റ്റൻസ് ഒക്കെ വരുമ്പോ സെയിം പ്രായമുള്ളവരാ, അപ്പൊ എല്ലാവരും മോനെ കുഞ്ഞേന്നൊക്കെ വിളിക്കുന്നത്. ആ സമയത്ത് അങ്ങനെയാ ഫസ്റ്റ് എപ്പിസോഡ്സിലൊക്കെ നല്ലോണം പാടിയോ, ഇച്ചിരി വലിയ ചേച്ചിനെ പോലെ. ഞാൻ തിരിച്ചു കാണാത്തതോട് ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ ഞാൻ ഇപ്പൊ കണ്ടല്ലോ കേട്ടോ, അന്ന് കണ്ടതാ. അപ്പൊ 6 വർഷം മുന്നേ 5-6 വർഷം ആ സമയത്ത് കണ്ടതാ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന പോലെ ഈ അനിയന്മാരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു ചേച്ചിയമ്മ. അതിപ്പോ എന്റെ അടുത്ത് പിള്ളേരൊക്കെ പറയാറുണ്ട്, നിനക്ക് ഭയങ്കര ചേച്ചിയെ പോയെന്ന് വെച്ചാൽ എനിക്ക് ഈ 2 അനിയന്മാരുള്ളത് കൊണ്ട് എനിക്ക് ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനിയൻ അതുപോലെ ഉണ്ട്. അതെന്റെ തെറ്റാണ്. തെറ്റൊന്നുമല്ല, അതൊക്കെ നല്ലല്ലേ ആണ്. അപ്പൊ ഈ കോളേജിലെ പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാ ഷൈൻ ചെയ്യാറുണ്ടോ? ഇല്ല, കോളേജിൽ ഇപ്പൊ എല്ലാരും ഒരുപോലെയാണ്. ഇപ്പം കോളേജിലൊക്കെ ചെന്നാൽ ഇഷ്ടം പോലെയാണ്. ഇപ്പം ഡാൻസ് ചെയ്യുന്ന ആൾക്കാരായാലും പാട്ട് പാടുന്ന ആൾക്കാരായാലും എല്ലാരും. പിന്നെ ഞങ്ങൾ എല്ലാത്തിലും പങ്കെടുക്കും. അങ്ങനെ ഒന്നിനും പുറകോട്ട് നിൽക്കാറില്ല. ഒന്നിനും പുറകോട്ട് നിൽക്കാറില്ല. കോളേജ് ലൈഫിലോട്ട് വന്നതിന് ശേഷം എന്തായാലും ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ ഇമാജിനേഷൻസ് ഒക്കെ കാണുമല്ലോ. നമ്മൾ മൂവീസിലൊക്കെ കണ്ട പോലെ കോളേജ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഇമാജിനേഷൻസോട് കൂടിയാണോ കോളേജിലോട്ട്? അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഇമാജിനേഷൻ ഒന്നും വെച്ചില്ലായിരുന്നു. പക്ഷെ എന്റെ കോളേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മണർകാട് സെന്റ് മേരീസിലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവിടെ ടീച്ചേഴ്സ് ആയാലും ഒന്നാമത് എന്റെ വീടിന്റെ അടുത്താ. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേറെ കോഴ്സ് ഒന്നും എടുത്ത് ദൂരോട്ട് വരാത്തത്. അപ്പോൾ എന്റെ അച്ഛൻ അവിടെയാ പഠിച്ചത്. ഹോം സിക്നെസ് ഉള്ള ആളാണോ? ഹോം സിക്നെസ് ഒന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്ന് ഇനി അതാണോ ഹോം സിക്നെസ് എനിക്കറിയാം. അല്ലല്ല, പക്ഷെ എനിക്ക് എല്ലായിടത്തും ഒന്നും ആ പ്രശ്നമില്ല. എനിക്ക് ഷൂട്ടിനൊക്കെ പുറത്തേക്ക് പോകണം, എനിക്ക് അങ്ങനെ ഒന്നും തിരിച്ച് വീട്ടിൽ വരുമ്പോഴൊരു സന്തോഷം ഇല്ല. എനിക്ക് പുറത്തു പോയാലും സന്തോഷം തന്നെയാണ്. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ പഠിക്കാൻ പോകാനൊന്നും എനിക്ക് അച്ഛയുടെ അമ്മയുടെയും കൂടെ നിൽക്കുന്ന ഇഷ്ടം. അതാണ് ഇഷ്ടം. അതൊക്കെ തന്നെ. അതുകൊണ്ടാണ് കൂടുതലും നാട്ടില് കോളേജില് അറ്റൻഡൻസ് ഒക്കെ ഉണ്ടോ? അതോ ഉണ്ട്. അതിനുള്ള നമ്മൾ പോയല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ കോളേജ് ആയതുകൊണ്ട് തന്നെ അത് നമ്മള് ഇപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് കൊണ്ട് അതിനുള്ളത് നമ്മള് ക്ലാസ്സിൽ പോകും. എന്താണ് നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാണ് ഇനി? നെക്സ്റ്റ് പ്ലാൻ ഇപ്പോൾ ഉള്ള പോലെ ഈ ഫ്ലോയിൽ തന്നെ അങ്ങ് പോവാന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സോണിലാണുള്ളത്. ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാലുണ്ട്, പഠിക്കുന്നുണ്ടോന്ന് ചോദിച്ചാലുണ്ട്, വീട്ടിലിരിക്കുന്നുണ്ടോന്ന് ചോദിച്ചാലുണ്ട്, എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. അപ്പം ഇങ്ങനെ തന്നെ പോയാൽ മതി. അനിയന്മാര് കൂടുതൽ അറ്റാച്ച്ഡ് മീനാക്ഷിന്റെ അടുത്താണോ, അതോ അവർക്കിപ്പോ ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ? അല്ലല്ല, ഞാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്തുണ്ടെങ്കിലും വന്ന് പറയാം. ഞാൻ ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആദ്യം മീനാക്ഷിയുടെ അടുത്താണോ പറഞ്ഞത്, അത് അച്ഛൻ്റെ അമ്മ അടുത്താണോ? എന്റെ അടുത്താ പറയുന്നത്. അതെനിക്ക് ഭയങ്കര അഹങ്കാരമുള്ള കാര്യമാണ്. അവർ ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ്. അപ്പം ഏറ്റവും ചെറിയ ആളാണ് നടുക്കത്തെ ആളാണെങ്കിലും അതെ, രണ്ടുപേരും. ഏറ്റവും റീസെന്റ് അവർക്ക് രണ്ടാൾക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? റീസെന്റ് ആയിട്ടോ? അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഗിഫ്റ്റ് ഇതുവരെ കൊടുത്തതിൽ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായിരിക്കും? ഞാൻ എപ്പോഴും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും. എനിക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നതും ഇഷ്ടമാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതും ഇഷ്ടമാണ്. ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. അപ്പം എനിക്ക് ഗിഫ്റ്റ് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒരു പൂ പറിച്ച് തന്നാലും എനിക്ക് ഗിഫ്റ്റ് ഭയങ്കര ഗിഫ്റ്റാന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സന്തോഷം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വാങ്ങി കൊടുക്കും. എനിക്ക് ഇഷ്ടം അങ്ങനെ. പല സാധനങ്ങളാണ്. ഇപ്പം നടുക്കത്തെ ആളാണെങ്കിൽ അവന് കുറച്ചുകൂടി ഒരു ഇതൊക്കെ വെച്ച് വരുന്ന സമയമായതുകൊണ്ട് എൻ്റെ അടുത്ത് പറയും എനിക്ക് ക്രോക്സിന്റെ ഷൂ വേണം, അല്ലെങ്കിൽ നൈക്കി വേണം, അഡിഡാസ് വേണം, അങ്ങനെ. അപ്പം ഞാൻ അത് വാങ്ങിക്കൊടുക്കും. അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. ക്രോക്സ് ഒക്കെ കിട്ടുന്നത് അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. നടുക്കത്തെ ആൾക്കാണെങ്കിൽ ഇപ്പൊ ടോയ്സ് ആണ്. ഇപ്പൊ കുറെ പശുമാമ, ആനമാമ അതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ പോകുമ്പോ അതൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. അതൊക്കെ ആൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അറിയത്തില്ല, അത് ഇളയ ആളിട്ടതാണ്. മറ്റാളെന്നെ മീനാക്ഷി എന്ന് വിളിച്ചോണ്ടിരുന്നത്, അവൻ എന്നെ ഇടിപ്പൊടി എന്ന് വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ മൂത്താള്. പക്ഷെ ഇവൻ ചെറുത് എന്നെ ചേച്ചിപ്പാന്ന് വിളിക്കാൻ തുടങ്ങിയ പിന്നെ ഇപ്പൊ എന്റെ അച്ഛനും എന്നെ ചേച്ചിപ്പാന്നാ വിളിക്കുന്നത്. അച്ഛനും അമ്മയും എന്നെ ചേച്ചിപ്പാന്നാ വിളിക്കുന്നത്. ചേച്ചിപ്പ അത് ചെറുത് തന്നെ ഇട്ടതാ. ചേച്ചി എന്ന് പറഞ്ഞു കൊടുത്തു. ചേച്ചിപ്പാന്ന് അവൻ സ്വന്തമായിട്ട് ഇട്ടതാ. വീട്ടിലിപ്പോ മൊത്തത്തിൽ നിങ്ങൾ എല്ലാരും കൂടെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഫുൾ മറ്റേ ഫൺ മൂഡ് എങ്ങനെ? ഇപ്പൊ മൂവി ഒന്നും ഇല്ല, അങ്ങനെ മീൻസ് ഷൂട്ടൊന്നും ഇല്ല, ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമില് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഈവനിങ്? യൂഷ്വൽ നിങ്ങളുടെ ഒരു ഈവനിങ് നമുക്കൊന്നും എങ്ങനെ ഒന്ന് സ്ക്രിപ്റ്റ് പോലെ ഒന്ന് പറയാൻ പറ്റുമോ? ഭയങ്കര ബഹളമായിരിക്കും. ഞാനിപ്പോ മീനാക്ഷിയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് പെട്ടെന്ന് അവിടുത്തെ ഏറ്റവും ബഹളമുള്ള വീട് ഞങ്ങളുടെ ആയിരിക്കും. ആ പ്രദേശത്തിരിക്കുന്നതിൽ ഏറ്റവും ചിലപ്പ് ഞങ്ങളായിരിക്കും. കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലൊക്കെ സിറ്റ് ഔട്ടിലൊക്കെ നിറച്ച ആളായിരിക്കും. ഞങ്ങളെല്ലാരും അച്ഛൻ, അമ്മ, ചിറ്റ, കൊച്ചൻ. ഞങ്ങൾ തന്നെ. ഇല്ല, ഞങ്ങള് ഒരു മിച്ചമാണ്, തറവാട് ഞങ്ങളുമായിട്ട്. അപ്പൊ അവിടുന്ന് എല്ലാരും അച്ഛൻ, അച്ഛമ്മ, കൊച്ചൻ, ചിറ്റ എല്ലാരും ഞങ്ങളെല്ലാരും ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് പിന്നെ കുറെ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും ഉണ്ട് അതവിടെ.
അതുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വെറൈറ്റി ഉണ്ടാക്കും, അതുപോലെയൊക്കെ തന്നെ. കുക്കിങ്ങിൽ ആർക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ്? എനിക്ക് ഇഷ്ടം അമ്മയ്ക്ക്, അമ്മയും ഞാനും. മീനാക്ഷി നല്ല കുക്കാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് എന്ത് ടൈപ്പ് ഫുഡാണ് കൂടുതൽ നന്നായിട്ട് ഉണ്ടാക്കുന്നത്? എനിക്ക് അങ്ങനെ അധികം എരിവ് ഇഷ്ടമല്ല, എരിവ് എനിക്ക് പറ്റത്തില്ല. എനിക്ക് എരിവ് കഴിച്ചാൽ എക്കള് വരും. എനിക്ക് അതില്ലേ അത് വരും എനിക്ക് എരിവ് കഴിച്ചാ. അപ്പൊ എനിക്ക് എരിവ് തീരെ ഇഷ്ടമല്ല. വേറെ എല്ലാം ഓക്കെ. മീനാക്ഷി ഉണ്ടാക്കുന്ന മീനാക്ഷിയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? അയ്യോ അങ്ങനെ ചോദിച്ചാൽ പാടാ. അല്ലേ വേണ്ട, വീട്ടിലിപ്പോ അച്ഛൻ എപ്പോഴും പറയാം മീനാക്ഷി അത് ഉണ്ടാക്കി അടിപൊളിയാണ്. അച്ഛന്റെ ഫേവറേറ്റ്? അച്ഛന് നോൺ വെജ് ഇഷ്ടം. നോൺ വെജ് ആണ്. ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നത് അച്ഛന് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ എന്നെ ഉണ്ടാക്കിയാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അച്ഛനാണ്. അച്ഛന്മാർക്കാണല്ലോ അങ്ങനെ ഒരു സംഭവം. അതെ അതെ അതെ. സ്കൂൾ കോളേജിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ ഇതുപോലെ? ഇല്ല അതൊന്നുമില്ല. ഞാൻ രാവിലെ എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കോളേജിൽ പോകുന്നു എനിക്ക് അങ്ങനെയല്ല. ഇപ്പൊ എന്തെങ്കിലും നൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് നെക്സ്റ്റ് ഡേ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ടോ? അങ്ങനെ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അയ്യോ മോശമല്ലേ. ഒരു ദിവസം ഫ്രണ്ട്സിനൊക്കെ. അയ്യോ അത്ര നല്ല കുക്കൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഉണ്ടാക്കി കഴിച്ചവരൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നല്ലൊരു കുക്ക് തന്നെയാണ് അത് ചിലപ്പോ. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാ മീനാക്ഷിന്? ഇപ്പം സൂപ്പർ ജെമിനി റിലീസ് ആവാണ്. പിന്നെ നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചൻ പ്രിയാമണി ചേച്ചി മൂവി ഈ February 20th റിലീസാണ്. പിന്നെ നമ്മുടെ ഇന്ദ്രൻ സംഘളുടെ കൂടെ ഉള്ള ഒരു മൂവി പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട് അതും ഉടനെ റിലീസ് ഉണ്ടാവും. ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. അതൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ. ടോപ്പ് സിംഗറിന്റെ ഇനി നമുക്കൊരു നെക്സ്റ്റ് സീസൺ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? അതൊന്നും ഇപ്പൊ 5th സീസൺ ആയിട്ടേ ഉള്ളൂ. അപ്പം അത് ഉണ്ടാവുമായിരിക്കും. അങ്ങനെ എനിക്ക് അതിന്റെ ഡീറ്റെയിലിംഗ് അറിയത്തില്ല. ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഈ യൂഷ്വലി ഇപ്പൊ ഈ സ്റ്റഡീസിന്റെ ഒരുപാട് തിരക്കുകൾ കാണുമല്ലോ. അതിനിടയിൽ ഇപ്പം മൂവീസ് ഒക്കെ ഇങ്ങനെ മാറ്റി വെക്കാറുണ്ടോ? വരുന്ന പ്രോജക്ട്സ് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടോ? ഇല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ചിലപ്പോൾ ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിലും അല്ലാതെ അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വന്ന അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. എന്തായാലും കോളേജിൽ വന്നു. കോളേജിൽ വരുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ ഓരോ ആളുകൾക്കൊക്കെ ക്രഷ് അത് ഇതൊക്കെ. മീനാക്ഷി ആരെങ്കിലും അപ്രോച്ച് ചെയ്തോ? ഇല്ല ആരും ഇല്ല. പേടി ഉണ്ടായിരിക്കും അല്ലേ? അല്ല ഞങ്ങളെല്ലാരും നല്ല കൂട്ടാ. സീനിയേഴ്സ് ഇല്ല നമ്മൾ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങ് പോകത്തില്ലേ. ഞങ്ങൾ എല്ലാവരുമായിട്ടും അവിടെ ഭയങ്കര കൂട്ടാ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും കാര്യം പറയാൻ അവിടെ സമയമില്ലായിരുന്നു. നോർമലി ഇപ്പൊ കോളേജിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് ഇയർ നല്ല സുന്ദരി പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പിള്ളേരൊക്കെ പ്രപ്പോസലൊക്കെ ആയിട്ട് വരും. അങ്ങനൊന്നുമില്ല. അവിടെ ഇഷ്ടംപോലെ സുന്ദരി പിള്ളേരുണ്ട്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണല്ലോ. അങ്ങനൊന്നുമില്ല. നമ്മുടെ മൂവിയുടെ ലൊക്കേഷൻ ഒക്കെ പത്തനംതിട്ട ഫസ്റ്റ് ടൈം ആണോ? അല്ലല്ല ഞാൻ പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുറെ ഫിലിം ലൊക്കേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ കുറെ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണുകയും കുറെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ അതൊക്കെ എപ്പോഴാണ് കാണുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോ അവിടുത്തെ ആളുകളൊക്കെ കുറെ കൂടെ നാട്ടിൻപുറത്തെ ആളുകളൊക്കെ എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര കാര്യം. അപ്പൊ ഈ പറയുന്ന പോലെ അവര് ഭയങ്കര ഒന്നും ഓർക്കാതായിരിക്കുമല്ലോ. അപ്പൊ ടോപ്പ് സിംഗർ ഒക്കെ കണ്ടിട്ട് ഇതേപോലെ വന്ന് പിന്നെ ഒത്തിരി അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും എനിക്ക് അപ്പൊ ഫീൽ ചെയ്യും. അതാണ് നമ്മളെ പറ്റി നമ്മൾ എന്ത് ഓർക്കുന്നൊന്നും ഓർക്കാതെ അവർ സംസാരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിക്കും സ്നേഹമാണ്. ഇപ്പം എന്നോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനോടോ ഞാൻ ചെയ്ത സിനിമയോടോ ഒക്കെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് അതങ്ങനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ്. ഇപ്പം അമ്മമാരൊക്കെ ആണെങ്കിലും കൂടുതലും പ്രായമുള്ള അമ്മമാരൊക്കെയാണ്. അതെനിക്ക് ഭയങ്കര ഭയങ്കര കാര്യമാണ്. ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഒരു മൊമെന്റ് മൈൻഡിൽ നിൽക്കുന്ന ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കാരണം അമർ അക്ബർ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് അതിൽ കുറച്ച് ഇമോഷണൽ ഒരു സീക്വൻസ് ആണല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒത്തിരി അമ്മമാരിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യെ പിടിച്ച് കരയുമായിരുന്നു. അയ്യോ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പേടിയായിരുന്നു എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ സമയം ഭയങ്കര ചെറുതല്ലേ. അപ്പൊ ഇങ്ങനെ വന്ന് അമ്മമാരൊക്കെ വന്ന് കരയുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ആ സമയത്ത് ഇപ്പൊ ഈ മൂവി ചെയ്യുന്ന സമയത്ത് പോലും മീനാക്ഷിക്ക് അറിയത്തില്ലല്ലോ ഞാൻ ഇങ്ങനെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. ഇല്ല ഇപ്പൊ പക്ഷെ അത് ഓർക്കുമ്പം ഇപ്പൊ മനസ്സിലാവും. അതെ ഇപ്പൊ ഓർക്കുമ്പം ശരിയാ. അന്നപ്പോ ഈ പറഞ്ഞ പോലെ ഓടയിൽ അതൊക്കെ പേടിയായിരുന്നു. ആ സമയത്തൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു അതൊക്കെ ഓക്കെ അവിടെ ചില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട് അവരൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. പേടിപ്പിച്ചിട്ടുണ്ട്. ആരായിരുന്നു കൂടുതൽ പേടിപ്പിക്കുന്നത്? അത് സെറ്റിലുള്ള ആരൊക്കെയോ പേടിപ്പിച്ചു. ആരാന്നൊന്നും ഓർക്കുന്നില്ല. ആരൊക്കെയോ ഉണ്ടായിരുന്നു. ക്രൂവിലുള്ള ആരൊക്കെയോ തമാശക്ക് ചെയ്ത ആ ചേട്ടന്മാര്. പിന്നെ ഞാൻ പണ്ടേ ഒരു പേടിയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞതൊക്കെ ഓക്കെ ആയി. അപ്പൊ എന്തായാലും മീനാക്ഷിക്ക് പോവാൻ അത്രയും ധൃതി ഉള്ളതുകൊണ്ട് ഷൂട്ട് സെറ്റിലോട്ട് പോകാം. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും മീനാക്ഷിക്ക് ഇനി ഒരുപാട് നല്ല നല്ല പ്രോജക്റ്റ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നല്ലൊരു കരിയർ, അടിപൊളി ഒരു കരിയർ. താങ്ക് യു ചേച്ചി. ഓക്കെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.